ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് സീ വേൾഡ് തീം പാർക്കിലേക്കാണ്. ഈ തീം പാർക്ക് സിറ്റിയിൽ തന്നെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടോ അവിടെ. മറ്റ് പാർക്കുകളെ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഒരുപാട് ക്യൂ നിന്ന് മടുത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾക്ക് എടുത്ത് പറയണം, കാരണം എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഇവിടെ വന്നിട്ട്. നമ്മൾ ആദ്യമേ തന്നെ പോയത് പെൻഗ്വിൻസിനെ കാണാനാണ് കേട്ടോ. So our king penguins will be eating about 1 kilo of fish a day, and our little gentoos about 500 grams a day. So keeping up with their needs and making sure that they. ഇതെല്ലാം ജെല്ലി ഫിഷുകളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇഷ്ടം പോലെയായിരുന്നു ജെല്ലി ഫിഷുകൾ. ഇനിയാണ് നമ്മൾ മെയിൻ റൈഡുകളുടെ ഏരിയയിലേക്ക് പോകുന്നത് കേട്ടോ. ആദ്യത്തെ റൈഡ് കണ്ടിട്ട് തന്നെ എൻ്റെ തല കിറങ്ങിപ്പോയി. നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്. എൻ്റെ അതിഗംഭീരമായ ചിരിയാണ് നിങ്ങൾ ബാക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ധൈര്യം കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ ആരും ഇതിൽ കയറിയില്ല കേട്ടോ. എന്തായാലും ഏട്ടനാണെങ്കിൽ എന്നോട് കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എനിക്കാണ് ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറാൻ കുറച്ച് വട്ടുള്ളത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായില്ല. അതന്നെ. ഞാനില്ല. ഇത് ഡോൾഫിനുകളാണ് കേട്ടോ. അതിൽ കയറിയില്ലെങ്കിൽ എന്താ, ഞാൻ ഈ യമണ്ടൻ റോളർ കോസ്റ്ററിൽ കയറാൻ പോവാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. മൂവി വേൾഡിൽ പോയിട്ടാണെങ്കിൽ 2-3 മണിക്കൂർ ഒരു കാര്യമില്ലാണ്ട് വെയിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ എനിക്ക് ഈ 1 മണിക്കൂറൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ. അവിടെ റോളർ കോസ്റ്ററിൽ കയറിയതിന് ശേഷം ഞാൻ പിന്നെ ഒരിക്കലും കയറില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്നും മാറി. പിന്നെ ഇത് കണ്ടപ്പോൾ ഇത് വലിയ പ്രശ്നമില്ല എന്നും തോന്നിപ്പോയി എനിക്ക്. പക്ഷേ ഇത് നല്ല വലിയ റോളർ കോസ്റ്ററാണേ. പക്ഷേ സത്യം പറയാലോ, അതിൻ്റെ അത്രയ്ക്ക് പ്രശ്നമില്ല കേട്ടോ. കുറച്ച് ധൈര്യമുള്ളവർക്കൊക്കെ ഇനി റോളർ കോസ്റ്ററിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതിൽ കയറാം. അതിൻ്റെ അത്ര ഡേഞ്ചറസ് അല്ല. ഈ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടനാട്ടോ എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതും ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നേ. അത് കാരണം കൊണ്ട് കുറച്ച് ഭീകരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഈ റോളർ കോസ്റ്ററിൻ്റെ താഴെ കാണുന്നതൊക്കെ വുഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരുവിധം പാർട്സൊക്കെ വുഡ് വെച്ചിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു ഫുൾ ഫാമിലിക്ക് ഇരിക്കേണ്ടതാണ് കേട്ടോ. അത് കാരണം നമ്മൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഇഷ്യയൊക്കെ എന്തായാലും പേടിക്കുക, വെറുതെ പിള്ളേരെ പേടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ കയറിയില്ല. അല്ലാതെ തന്നെ മക്കൾക്ക് പോകാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു കേട്ടോ. അവരതിൽ പോയിട്ട് ഹാപ്പിയായി. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് സീ ക്രീച്ചേഴ്സ്, ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കാർട്ടൂണിലുള്ള നീമോ, ഡോറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഡിറ്റോ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് കേട്ടോ. ഇതിലവർ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബാക്കിലിരിക്കുന്നത് അവരാണേ. അങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് ഡോറയുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ടെന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടേക്ക് ഓടി. ഇഷ പിന്നെ പറയും വേണ്ട, ഡോറേനെ കണ്ടതും ഡോറയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയായി. ഡോറ അവളുടെ ബാഗൊക്കെ നേരെയാക്കി കൊടുത്തു കേട്ടോ, ശരിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഈ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം കേട്ടോ. അതിനാണ് അവർ നമുക്ക് ആ ബാർകോഡിൻ്റെ കാർഡാണ് നമുക്ക് തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എല്ലാം വാങ്ങാം. പിന്നെ ഇതുപോലെ പല ഷോസ് ഉണ്ടാവും കേട്ടോ. അതിന് ടൈമിങ്ങൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. നിക്കലോഡിയൻ കാർട്ടൂൺസിലെ പല ക്യാരക്ടേഴ്സിൻ്റെയും ഷോസ് ആയിരുന്നു. പിന്നെ ഇത് പറയണ്ടേ, ഇത് ഇഷയുടെ ഫേവറേറ്റ് കാർട്ടൂൺ ആയിരുന്നു ഒരിക്കൽ, പാവ പെട്രോൾ. അപ്പോൾ പിന്നെ പാവ പെട്രോളിനെ ഇരുന്ന് കണ്ടു കുറച്ച് നേരം. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെയായിരുന്നു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഗെയിംസ് കുറച്ച് നേരം കളിക്കണമെന്ന് പറഞ്ഞു. അത് കളിച്ചു. ഇതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ഒന്നും കിട്ടിയില്ല. ഇത് അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിള്ളേർക്കൊന്നും ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾ പോകുന്നത് സീ ആനിമൽസിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. ഒരുപാട് ഫിഷസുകളുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ സീ റേസിനെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഉപദ്രവകാരികളല്ല, അവറ്റങ്ങൾക്ക് സ്റ്റിങ്സ് ഇല്ലാത്ത ടൈപ്പുകളാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ അവർ ടച്ച് ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ലല്ലോ. ഇത് പഞ്ഞി പോലെയാണ് ഇട്ടിരിക്കുന്നത്. ചിലത് ഭയങ്കര ഹാർഡായിട്ടുള്ളതുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് ഇവരെ ടച്ച് ചെയ്താലുള്ള ഫീലിംഗ് എന്ന്. ഇനി നമ്മൾ പോകുന്നത് വലിയ വലിയ ഫിഷസിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. ഷാർക്കും അങ്ങനെ ഭയങ്കര യമണ്ടൻ ഫിഷുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് ഡോൾഫിനാണ് കേട്ടോ. ഈ ഏരിയ ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കേട്ടോ ഡോൾഫിൻസിനെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെള്ളത്തിലുള്ള കളികളാണ് കേട്ടോ. ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നനയും. നമ്മളാണെങ്കിൽ വേറെ ഡ്രസ്സ് മാറാനുള്ളത് എടുക്കുകയും ചെയ്തില്ല കേട്ടോ. കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല.
പിന്നെ ഇത് കണ്ടപ്പോൾ മക്കളുടെ കൺട്രോൾ പോയിട്ടാണ്, അവർക്ക് വെള്ളത്തിൽ കളിക്കണം. പിന്നെ എന്തായാലും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഡ്രൈ ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ കണ്ടു. അപ്പം ഇനി നനഞ്ഞാലും ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഓ എന്തായാലും നനഞ്ഞില്ലേ? നീ നനഞ്ഞോ? മതിയാ കളിച്ചത്? അത് കാര്യമില്ലേ, കളിച്ചിട്ട് വാ, ഫുള്ള് കളിച്ചിട്ട് വാ. ട്രൈ ചെയ്തിട്ട് ഇടയ്ക്ക് പോയി കളിക്കാൻ പറ്റില്ല, കളിച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായി കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം. ആ വെയിലത്ത് നിന്നോ? ഹലോ അയ്യോ ഇതാണ് ട്രൈ ചെയ്യാനുള്ള സംഭവം കേട്ടോ. നമ്മളിത് ഫ്രീ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ നമ്മൾ പൈസ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും നനഞ്ഞ് കുളിച്ചല്ലേ, നമ്മൾ ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചെടുത്തു കേട്ടോ. ഇഷയ്ക്ക് എന്താ പേടിയായോ ഇഷ? ഭയങ്കര പേടിയായിരുന്നു ഇതില്. എന്നിട്ട് എന്താ അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് സീ വേൾഡ് തീം പാർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.